ഈ വണ്ടി കയറിയാണ് ഈ ഹെഗ്ര എന്ന സ്ഥലം മൊത്തം കാണാൻ പോകുന്നത്. രൂപമൊക്കെ നോക്കി എന്തോ ഒരു കല്ലുകൾക്കൊക്കെ ഒരു പ്രത്യേകതയാണ്. പിടിച്ച് താഴോട്ട് വീഴുന്നുണ്ടെന്നോ. നമുക്ക് നമ്മുടെ വണ്ടി കൊണ്ട് പോകാൻ പറ്റത്തില്ല. നബത്തിയൻസ് ആണ് ജോർദാനിലെ പെട്രയും സൗദി അറേബ്യയിലെ ഹെഗ്രയും നിർമ്മിച്ചത്. സൈറ്റിലെത്തിയിരിക്കുകയാണ്. ഇതിനകത്ത് 100-ൽ പരം ഇൻസ്ക്രിപ്ഷൻസ് കണ്ടെത്തിയിട്ടുണ്ട്. ഹായ് ഗായ്സ്, നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ എൻ്റെ പേര് രാജി, ഞാനൊരു ട്രാവൽ വ്ളോഗറാണ്. നമ്മുടെ ഈ ചാനലിൽ നമ്മൾ യാത്ര ചെയ്തിട്ടുള്ള രാജ്യങ്ങളുടെ കാഴ്ചകളും അവിടുത്തെ കൾച്ചറും ഹിസ്റ്ററിയും എങ്ങനെ രാജ്യത്തേക്ക് പോകാം എന്നുള്ള കാര്യങ്ങളാണ് നിങ്ങളായിട്ട് നമ്മൾ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഹെഗ്രയുടെ കാഴ്ചകളാണ് കാണാൻ പോകുന്നത്. ഇവിടുത്തെ വ്യൂ ഒക്കെ നോക്കി. ഇങ്ങനത്തെ ഒരു സ്ഥലത്താണ് ഈ ഒരു ഹോട്ടൽ, ഒറ്റപ്പെട്ട ഒരു സ്ഥലത്തായിരുന്നു അല്ലേ. ഭയങ്കര ഒരു സ്ഥലം. ഇപ്പൊ ഇത് നമ്മൾ ഇവിടെ ഒരു സഹാരി റിസോർട്ട് എന്ന് എഴുതിയിട്ടുണ്ട്. അങ്ങോട്ടായിരുന്നു നമ്മൾ പോയത്. ഈ സ്ഥലത്തിന്റെ പേര് അൽ ഉല എന്നാണ്. കണ്ടോ, ഇത് ഫുള്ള് പാറകൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ഒരു സ്ഥലമാണ്. ഇതൊക്കെ ഇതിന്റെ രൂപമൊക്കെ നോക്കി എന്തോ ഒരു ഷേപ്പ് പോലെ, ഒരാളെ പോലെയൊക്കെ തോന്നും. പല രൂപങ്ങൾ പോലെയൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട് പല പാറകളും. അതെ, അവിടെ ഞങ്ങളൊന്നും കഴിച്ചില്ല. അപ്പൊ ഞങ്ങൾ നേരെ ആ ഒരു റെസ്റ്റോറന്റിലോട്ട് ഞങ്ങൾ പൊക്കോണ്ടിരിക്കുകയാണ്. വല്ലതും കിട്ടും അവിടെ. ആ ശില്പങ്ങള് കൊത്തി വെച്ചേക്കുന്ന പോലെയൊക്കെ നമുക്ക് തോന്നുന്നുണ്ട്. മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് എലിഫന്റ് റോക്കാണ്. എലിഫന്റ് റോക്കിന്റെ ബോർഡ് കണ്ടിട്ടുണ്ട്. ഇവിടെ അടുത്താണ് എലിഫന്റ് റോക്ക് ഉള്ളത്. അപ്പൊ നമ്മൾ എന്തായാലും എലിഫന്റ് റോക്ക് കാണും. നമ്മൾ പോണോന്ന് കരുതിയിട്ടിരിക്കുന്ന ഒരു സ്ഥലമാണ് എലിഫന്റ് റോക്ക്. മൽക്കർ ചോദിച്ചിട്ടേ പറഞ്ഞോണ്ടിരുന്ന നമുക്ക് ആ ഒരു സ്ഥലം കാണണം. ഇതുണ്ട്, ഈ ഒരു കല്ലൊക്കെ കണ്ടോ ഇതിനകത്ത് ദ്രവിച്ചിരിക്കുന്ന പോലെ അല്ലേ. ഈ ഒരു സ്ഥലത്ത് അവർ ഭയങ്കരമായിട്ട് ടൂറിസത്തിന് വേണ്ടിട്ട് അവര് ഇത് കൊടുത്തിരിക്കുകയാണ്. നോക്കി കണ്ട ആൾക്കാരൊക്കെ ഇരിക്കുന്നുണ്ടോ. ഇവിടുത്തെ ഏറ്റവും വലിയ അട്രാക്ഷൻ. പോകുന്നതിന് വലിയ ആൾക്ക് 95 റിയാലും 12 വയസ്സുള്ളവർക്ക് 45 റിയാലും ചാർജാണ്. ബസ്സിനാണ് പോകുന്നത്. 2.5 മണിക്കൂറത്തെ യാത്രയാണ്. വിന്റർ പാർക്ക് എന്നൊരു സ്ഥലമുണ്ട്, നമ്മൾ അങ്ങോട്ട് പോകില്ലേ. ശരിക്കും പറഞ്ഞാൽ വേറൊരു സ്ഥലത്ത് നമ്മള് എത്തിയോലെ തോന്നി. ഇത് ശരിക്കും സൗദി അറേബ്യ തോന്നിയില്ല. എന്തോ ഡിഫറെന്റ് അല്ലേ. കല്ലുകൾക്കൊക്കെ ഒരു പ്രത്യേകതയുണ്ട്. എന്താന്ന് പറയാൻ അറിയത്തില്ല. പൊടിഞ്ഞു പോകുന്നുണ്ടെന്ന് തോന്നുന്നു കേട്ടോ. നമ്മൾ താഴെയൊക്കെ ഇടിഞ്ഞു പോയി നിൽക്കുന്നുണ്ട്. തന്നെ പൊടിഞ്ഞു പോകുന്നുണ്ട് ഈ സംഭവം. ഷേപ്പ് ആവുന്നത് അങ്ങനെ അവന്. ഇവിടെ ഒരു സംഭവം ഇടാൻ പറ്റില്ല കേട്ടോ. ഭയങ്കര ഫൈനാ. നീറ്റ് ആൻഡ് ക്ലീൻ ആണ് ഇവിടുത്തെ എല്ലാ സംഭവങ്ങളും. അതെ, ഭയങ്കരമായിട്ട് ടൂറിസത്തിന് വേണ്ടിയിട്ട് അവര് ഭയങ്കരമായിട്ട് ഇത് ചെയ്തിട്ടുണ്ട്. ശരി, ഒരു ഡാം പോലെ അല്ലേ. വണ്ടിക്കകത്ത് ഇരുന്നുകൊണ്ട് തന്നെ നമുക്ക് ഈ സ്ഥലങ്ങളൊക്കെ കാണാൻ പറ്റുന്നുണ്ടല്ലോ. അതന്നെ വലിയൊരു കാര്യമായിട്ടാണ്. ഇത് കണ്ടോ, വണ്ടികളൊക്കെ പോകുന്നുണ്ട് കേട്ടോ. എന്താ സംഭവം, ഇതൊന്നും പിടികിട്ടുന്നില്ല. ഇവിടുന്ന് കുറച്ചൊക്കെ പൊടിഞ്ഞ് താഴോട്ട് വീഴുന്നുണ്ടെന്ന് തോന്നുന്നു. എന്നല്ല ഇതൊക്കെ സെയിം സംഭവം തന്നെ ഇപ്പുറത്ത്. ഞാൻ ഗ്ലാസ് താത്തിട്ടേക്കുന്നതുകൊണ്ട് നല്ലതായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. അതിൻ്റെ അടിയിലൊക്കെ കുറച്ച് മരങ്ങളൊക്കെ നിൽപ്പുണ്ട്. ഭയങ്കര വെയില. ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കരിഞ്ഞു പോകും. അതെ അതെ അതെ, ആ ശരിയാ. ആ പാറ നോക്കുമ്പോൾ പല പല ഷേപ്പ്. ആ ഈ പാറ കണ്ടോ, നിങ്ങൾക്ക് തോന്നില്ലേ ഇതെന്താ ഇത് പാറ ഇങ്ങനെ അയക്കുന്നത്? എങ്ങനെയായിരിക്കും ഇത് ഇങ്ങനെ ആയത്? പൊടിഞ്ഞു പോകുന്നുണ്ടെന്ന് തോന്നുന്നു കേട്ടോ. ഇളകി പോകുന്നുണ്ട് ഇത് താഴോട്ട്. എന്തായാലും ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. 2000 വർഷം പഴക്കമുള്ള ഒരു സ്ഥലമാണെന്നൊക്കെയാ പറയുന്നത്. ആ, ഇവിടെ ഒരു പാർക്ക് ഉണ്ടെന്ന് പറയുന്നുണ്ട്. ആ പാർക്കിലൊന്ന് പോകണം. ആ, അൽ ഉല എന്നാണ് ഈ സ്ഥലത്തിന്റെ പേര്. സൗദി അറേബ്യയിലെ ഇങ്ങനത്തെ ഒരു സ്ഥലം നിങ്ങൾ ആരും വിചാരിച്ചിട്ടില്ല ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്. ഇത്രയും നമ്മൾ പ്രതീക്ഷിച്ചില്ല. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് സൗദി അറേബ്യയിലെ ഏറ്റവും അത്ഭുതകരവും മനോഹരവും ഒട്ടേറെ രഹസ്യങ്ങളുമുള്ള ചരിത്ര ഭൂമിയായ അല്ലുലയിലേക്കാണ്. ഇത് വെറും ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ മാത്രമല്ല, ആയിരക്കണക്കിന് വർഷങ്ങളുടെ പഴക്കമുള്ള സിവിലൈസേഷനുകളുടെ കഥ പറയുന്ന ഒരു ചരിത്ര സ്ഥലമാണ് ഈ കാണുന്ന അല്ലുല. അല്ലുല സ്ഥിതി ചെയ്യുന്നത് സൗദി അറേബ്യയുടെ നോർത്ത് വെസ്റ്റ് ഏരിയയിലാണ്. പണ്ട് കാലത്ത് ഇവിടെ ധാരാളം വെള്ളവും കൃഷിസ്ഥലങ്ങളും പച്ചപ്പും ഒക്കെ നിറഞ്ഞ ഒരു അത്ഭുത നഗരമായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. പുരാതന കാലത്ത് ഇവിടെ ധാരാളം നദികൾ ഒഴുകിയിരുന്നു, കൃഷികളുണ്ടായിരുന്നു, ഇവിടെ ധാരാളം വാണിജ്യ കേന്ദ്രങ്ങൾ ഉണ്ടായിരുന്നു. അതുകൂടാതെ യാത്രക്കാരുടെ വിശ്രമ കേന്ദ്രവുമായിരുന്നു. ഇതെല്ലാം കൊണ്ടാണ് അല്ലുല ഒരു പ്രധാന ട്രേഡ് ഹബ്ബായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. അല്ലുലയുടെ ചരിത്രം തുടങ്ങുന്നത് 3000 വർഷങ്ങൾക്ക് മുമ്പാണ്. ഇതാണ് അല്ലുലയുടെ പ്രശസ്തമായ ഓൾഡ് ടൗൺ.
ഇത് ഓൾഡ് ടൗണിന്റെ ഭാഗമായതുകൊണ്ടായിരിക്കും കെട്ടിടങ്ങളൊക്കെ വളരെ പഴകിയ കെട്ടിടങ്ങളൊക്കെ എന്തൊക്കെയോ സംഭവങ്ങളൊക്കെ ഉണ്ട്. ശരിക്കും ആ ഒരു അവരുടെ ആ പഴമ നിലനിർത്തിക്കൊണ്ടുള്ള കുറെ ബിൽഡിങ്ങുകളാണ് ഓൾഡ് ടൗൺ. ഏകദേശം 90 വർഷം പഴക്കമുള്ള സ്ഥലമെന്നാണ് ഇത് പറയപ്പെടുന്നത്. ഇവിടെ ധാരാളം ആളുകൾ താമസിച്ചിരുന്നു. അതില് സാധാരണ കുടുംബങ്ങൾ, ഹജ്ജ് യാത്രക്കാർ, കർഷകർ, വ്യാപാരികൾ ഒക്കെ ഉണ്ടായിരുന്നു. വീടുകളൊക്കെ നമുക്ക് കാണാൻ പറ്റും. അത് കിണറാന്ന് തോന്നുന്നു. അതെ കിണറായത് പണ്ടത്തെ കിണറാണ്. പണ്ട് കാലത്തെ കിണറൊക്കെ ഇങ്ങനെ. ഇവിടെ 800-ലധികം വീടുകൾ ഉണ്ടായിരുന്നു. ചെളിമണ്ണും കല്ലും ഉപയോഗിച്ചാണ് അവ നിർമ്മിച്ചിരുന്നത്. ചെളിമണ്ണും കല്ലും കൊണ്ട് നിർമ്മിച്ചതിനാൽ ചൂടിൽ നിന്നും രക്ഷ നേടാൻ അവർക്ക് സാധിച്ചു. കൂടാതെ ഇടുങ്ങിയ വഴികളും ഒക്കെ ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ പള്ളിയും വാച്ച് ടവറും ഒക്കെ ഇവിടെ ഉണ്ടായിരുന്നു. പൊളിഞ്ഞു പോയതല്ല. ആ ബഗ്ഗിയിലൊക്കെ എത്തിക്കൊണ്ട് ഇവിടെ ഫുള്ള് കാണിക്കും കേട്ടോ. പണ്ടത്തെ ബിൽഡിംഗ് ഒക്കെ പൊളിഞ്ഞതിന്റെ അവശേഷിക്കുന്നതാണ്. ഇതെല്ലാം പൊളിഞ്ഞു പോയി. പണ്ട് വെറും മണ്ണ് കൊണ്ട് മാത്രം, കട്ട പോലും. പണ്ട് മണ്ണ് വെച്ചിട്ടാണ് അവര് വീടുകളൊക്കെ ഉണ്ടാക്കിയിരുന്നത്. രണ്ട് ഗുണ, ചൂടറിയത്തില്ല, തണുപ്പും വരത്തില്ല. അങ്ങനെ നമ്മളിതാ അല്ലുല സിറ്റിയിലൂടെ ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്. നമ്മൾ രാവിലെ എണീറ്റപ്പോൾ തന്നെ നല്ല ലേറ്റായി. അങ്ങനെ നമ്മൾ ഫുഡ് എന്തെങ്കിലും കഴിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ അന്വേഷിച്ച് നടക്കുകയാണ്. അങ്ങനെ നമുക്ക് റെസ്റ്റോറൻറ്റ് കിട്ടി. അപ്പം നമ്മൾ ബുഹാരി റൈസും അൽഫാമും ആണ് കഴിച്ചത്. പിന്നെ സമോസയൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അതെല്ലാം കഴിച്ചിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. നമ്മൾ ഇവിടുന്ന് നേരെ ഹെഗ്രയിലേക്കാണ് പോകുന്നത്. നമ്മൾ വീണ്ടും ഓൾഡ് ടൗണിനുള്ളിലൂടെയാണ് പോകുന്നത്. ഹെഗ്രെ പോകുന്നതിന് മുമ്പ് നമ്മൾ വിന്റർ പാർക്ക് എന്നൊരു സ്ഥലത്ത് പോയിട്ട് വണ്ടി പാർക്ക് ചെയ്തതിന് ശേഷമാണ് നമുക്ക് ഹെഗ്രയിലേക്ക് പോകാനുള്ളത്. നമുക്ക് കാണാൻ പറ്റും കേട്ടോ, വളരെ മനോഹരമായിട്ടുള്ള പാറയുടെ കാഴ്ചകളാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഇവിടെ ധാരാളം ടെന്റ് ഹൗസ് നമുക്ക് കാണാൻ സാധിക്കും. ഈ പാറയുടെ താഴെയാണ് അവർ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇവിടെ നമുക്ക് ഒത്തിരി ടെന്റ് ഹൗസ് നമുക്ക് കാണാൻ സാധിക്കും. അത് താല്പര്യമുള്ളവർക്ക് അത് പോയി എടുക്കാം. 700 റിയാലാണ് അവർ പറയുന്നത്. റൗണ്ട് വെച്ചിട്ട് അതൊന്ന് 2 3 എലിപ്പാടം കണ്ടു. ഈ കണ്ട എലിപ്പാട് എലിപ്പാട് ഇങ്ങോട്ട് പോകണം. നമ്മള് ഇപ്പം ഹെഗ്ര എന്നൊരു സ്ഥലം കാണാൻ വേണ്ടി പോവാണ്. അല്ലുലയിൽ തന്നെ ഫേമസ് ആയിട്ടുള്ള സ്ഥലങ്ങളിൽ ഒന്നാണ് ഹെഗ്ര. അല്ലുലയില് നമ്മുടെ ആദ്യത്തെ ലൊക്കേഷൻ എടുത്തേക്കുന്നത് ഹെഗ്രയിലാണ്. അപ്പൊ ഹെഗ്ര എന്ന് പറഞ്ഞ സ്ഥലം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് അല്ലുലയിൽ തന്നെ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു സ്ഥലം. അതിന്റെ ഒരു ചെറിയ ഒരു നമുക്ക് നമ്മുടെ വണ്ടി കൊണ്ട് പോകാൻ പറ്റത്തില്ല. നമ്മളത് ഓൺലൈൻ ഒരു ആപ്ലിക്കേഷൻ ഉണ്ട്. ആ ആപ്ലിക്കേഷനിൽ നമ്മൾ ടിക്കറ്റ് ബുക്ക് ചെയ്യണം. വലിയ ആളുകൾക്ക് 95 റിയാലും 12 വയസ്സുള്ള കുട്ടികൾക്ക് 45 റിയാലും 4 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ഫ്രീ ആണ്. അവരുടെ വണ്ടിയിൽ ലക്ഷറി ബസ്സാണെന്നാണ് അവർ പറഞ്ഞത്. അറിയത്തില്ല, കാണുന്നത് അവിടെ നമ്മൾ സ്ഥലം ഒരു ലൊക്കേഷൻ തന്നിട്ടുണ്ട്, വിന്റർ പാർക്ക് എന്ന് പറഞ്ഞ്. അവിടെ നമ്മൾ ടിക്കറ്റ് കൊണ്ട് ചെല്ലുക. അവിടെ നിന്ന് 3:30 അവർ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യും. 2 മണിക്കൂർ ട്രിപ്പാണ്. ഹിസ്റ്ററി ഒക്കെ നമുക്ക് അവർ പറഞ്ഞു തരും. പറഞ്ഞു തരും. ഒരു ഗൈഡ് ഉണ്ട് അല്ലേ? അതെ. അപ്പൊ അവര് നമുക്ക് കാര്യങ്ങളെല്ലാം വ്യക്തമായിട്ട് നമുക്ക് ആ വണ്ടി ഇരുന്നുകൊണ്ട് പറഞ്ഞു തരും. എന്തായാലും ഞങ്ങൾ കയറി നമുക്ക് ആ സ്ഥലത്തൊന്നും നമ്മുടെ വണ്ടി കൊണ്ട് പോകാൻ പറ്റുന്നില്ല. അപ്പൊ നമ്മൾ കയറി എന്നാ പിന്നെ എന്തായാലും ഇവിടെ വന്നല്ലേ, അതൊന്നും നമുക്ക് കാണാന്ന് കരുതി നമ്മൾ അതിന് വേണ്ടി വന്നാ. പിന്നെ നമ്മുടെ വണ്ടി കൊണ്ട് പോകാൻ പറ്റുന്ന എലിഫന്റ് റോക്ക്. അതെ, ഓൾഡ് ടൗൺ എന്ന് പറഞ്ഞിട്ടൊരു സംഭവം ഉണ്ട് ഇവിടെ അല്ലുലയിൽ തന്നെ. അതിന്റെയൊക്കെ പഴയ ചരിത്രങ്ങളാണ് ആ സ്ഥലം. പണ്ട് എങ്ങനെയായിരുന്നു ഈ സ്ഥലം വരുന്നത്. ആദ്യമേ നമ്മുടെ കല്ല് കണ്ടുപിടിച്ചു, സ്റ്റോൺ ഏജ് കഴിഞ്ഞു. പിന്നെ ഇവര് വെങ്കലം കൊണ്ടുള്ള ആയുധങ്ങൾ കണ്ടുപിടിക്കാൻ, ആയുധങ്ങളൊക്കെ കണ്ടുപിടിച്ച സമയത്താണ് കൃഷികൾ സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങിയത്. അതുപോലെ തന്നെ ഈ സ്ഥലമേ ഭയങ്കര കൃഷിക്ക് അനുയോജ്യമായ മണ്ണും ധാരാളം വെള്ളവും ഒക്കെ ഉള്ള സ്ഥലമാണെന്നാണ് പറയുന്നത് ഈ അല്ലുല എന്ന് പറഞ്ഞ സ്ഥലം. അതുകൊണ്ട് ഇവിടുത്തെ ഈ കല്ലുകളൊക്കെ കണ്ട നമ്മൾ ആദ്യം തന്നെ പറഞ്ഞില്ലേ, ഇവിടുത്തെ ഈ കല്ലുകളൊക്കെ ആ ഒരു കാലഘട്ടത്തിലുള്ളതാണ് അല്ലേ, പഴയ കാലഘട്ടത്തിൽ. അതെ. അപ്പൊ അവരുടെ ചരിത്രമാണ് ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത്. എന്തായാലും ഓൾഡ് ടൗൺ. ആ ഓൾഡ് ടൗണില്ലേ ചേട്ടാ, ശരിക്കും കണ്ടോ മണ്ണ് കൊണ്ടൊക്കെ ഉണ്ടാക്കി വെച്ചേക്കുന്ന വീടുകളൊക്കെ. അങ്ങനെയായിരുന്നു പണ്ട് സൗദി അല്ലേ. മെയിനായിട്ട് ഇങ്ങനെ സ്ഥലങ്ങളാട്ടോ കൂടുതൽ, വലിയ താമസങ്ങൾ കുറവാണ്. അതെ, ഇവിടെ താമസക്കാരൊക്കെ വളരെ കുറവാണ്. ടൂറിസത്തിന് ഈ ഒരു സ്ഥലം പ്രാധാന്യം കൊടുത്തേക്കാണ് ഭയങ്കരമായിട്ട്. അതായത് പിന്നെ ഒരു വാലി ഉണ്ട് ഇവിടെ, അത് നമ്മൾ ബുക്കിംഗ് എടുത്ത് പോകണം. പിന്നെ ദാദനും പിന്നെ വേറെ 2 സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ നമ്മളതെല്ലാം പോയി കാണാവുന്നതാണ്. ഭയങ്കര ചൂടാണ്. നമുക്ക് മറായാണ് ഏറ്റവും ഫേമസ്. മറായ എന്ന് പറഞ്ഞാൽ നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടോ? സൗദിയിലുള്ളവർക്ക് അറിയാൻ പറ്റും. ഒരു ഗ്ലാസ് കൊണ്ട് മലകളെ നമുക്ക് കാണാൻ പറ്റും. ഒരു ഗ്ലാസ് വെച്ച് സെപ്പറേറ്റ് ചെയ്ത് അല്ലേ, ഒരു വലിയൊരു ഗ്ലാസ് മിറർ വെച്ചിട്ട് ഭയങ്കര ഒരു സെപ്പറേഷൻ നടന്നത്. ഭയങ്കര ഭംഗിയാട്ടോ ആ ഏരിയയൊക്കെ. കുട്ടികൾ എൻ്റർ ചെയ്യില്ല. അപ്പൊ അത് കാരണം ഇവര് എങ്ങനെയാവുമെന്ന് നമുക്ക് അറിയത്തില്ല. അതുകൊണ്ട് നമ്മൾ എങ്ങനെയാണെന്ന് പ്ലാൻ ചെയ്തിട്ടില്ല. പക്ഷെ ഈ കല്ലുകൾ കണ്ടാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എന്തോ ഒരു
ഒഴുകിപ്പെട്ട് പോയതോ എന്തൊക്കെയോ ഒരു പ്രശ്നങ്ങളൊക്കെ ആ കല്ല് കാണിക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ ഹെഗ്ഗിരയിലേക്ക് പോവുകയാണ്. ആദ്യം നമ്മൾ വിന്റർ പാർക്കിൽ എത്തണം. അവിടെ ചെന്ന് വണ്ടി പാർക്ക് ചെയ്തതിന് ശേഷമാണ് ഹെഗ്ഗിരയിലേക്ക് പോകേണ്ടത്. നമുക്ക് ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. ചിലർക്കൊന്നും ഇഷ്ടമല്ലായിരിക്കും, നമുക്കിതൊക്കെ ഇഷ്ടമാണ്. ഹിസ്റ്ററി എന്ന് പറഞ്ഞ സാധനം ഇഷ്ടമല്ല, പക്ഷെ ഇപ്പം ഭയങ്കര ക്രേസ് ആയിക്കൊണ്ടിരിക്കുന്നത് ഹിസ്റ്ററിയെക്കുറിച്ച് അറിയാം. അങ്ങനെ നമ്മൾ വിന്റർ പാർക്കിലെത്തി. ഈ സ്ഥലമാണ് വിന്റർ പാർക്ക്. അപ്പോൾ നമ്മൾ ഈ വണ്ടി കയറിയാണ് ഈ ഹെഗ്ഗിര എന്ന സ്ഥലം മൊത്തം കാണാൻ പോകുന്നത്. അങ്ങനെ നമ്മൾ ബസ്സിനുള്ളിൽ കയറി. നമുക്ക് ഫ്രണ്ടിലത്തെ സീറ്റൊക്കെയാണ് കിട്ടിയിരുന്നത്. അങ്ങനെ ബസ് സ്റ്റാർട്ട് ചെയ്തു. എന്തായാലും ഒരു അടിപൊളി ബസ്സായിരുന്നു. നമ്മളെ കൂടാതെ വേറെ കുറേ ആളുകൾ ഈ ബസ്സിലുണ്ടായിരുന്നു. 2.5 മണിക്കൂർ യാത്രയുണ്ട്. അപ്പം നമ്മൾ ആ ഒരു ഹെഗ്ഗിര കാണാനുള്ള എക്സൈറ്റ്മെൻറ്റിൽ ഇരിക്കുകയാണ്. ഇപ്പം നമ്മൾ എത്തിയിരിക്കുന്നത് ഹെഗ്ര അല്ലെങ്കിൽ മദായിൻ സാലിഹ് എന്ന സ്ഥലത്താണ്. ഹെഗ്രയാണ് സൗദി അറേബ്യയിലെ ആദ്യത്തെ യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ്. 2008 അത് ലഭിച്ചത്. കുഞ്ഞിങ്ങനെ സൈഡിലെ കാഴ്ചകളൊക്കെയാണ്. അടിപൊളി AC, ഫുൾ ഹൈടെക് ആണ്. ഇവിടെയെല്ലാം നമുക്ക് ചാർജ് ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ ഇത് കണ്ട് ഇവിടെയാണെങ്കിൽ നമ്മുടെ ബാഗൊക്കെ തൂക്കിയിടാൻ വെള്ളം ഉണ്ട്. ഫുൾ സെറ്റപ്പായിട്ടുള്ള ബസ്സാണ്. ക്യാമറ ഉണ്ട്. അപ്പോൾ അങ്ങനെ ഹെഗ്ഗിരയിലോട്ട് കയറുകയാണ്. പാറയാ നോക്കിക്കേ. അങ്ങനെ നമ്മൾ രണ്ടാമത്തെ പോയിന്റിലെത്തി. നമുക്ക് ഇവിടെ നിന്നും ഹെഗ്ഗിരയിലേക്ക് പോകാം. അതുപോലെ നമ്മൾ വന്ന വിന്റർ പാർക്കിൽ നിന്നും ഹെഗ്ഗിരയിലേക്ക് നമുക്ക് പോകാൻ പറ്റും. അങ്ങനെ നമ്മൾ ആദ്യത്തെ ബസ്സിൽ നിന്ന് ഇറങ്ങി നേരെ മുന്നോട്ട് നടക്കുകയാണ്. നമുക്ക് കാണാൻ പറ്റും കേട്ടോ, ഇതൊക്കെ ഒരു ഒറ്റ പാറയാണ്. ഒരൊറ്റ പാറയിലാണ് അവരിങ്ങനെ നിർമ്മിച്ചിരുന്നത്. അവിടെ ചെന്നപ്പോൾ തന്നെ നമുക്ക് അവർ സ്നാക്സും ജ്യൂസും ഒക്കെ തന്നു. അങ്ങനെ നമ്മൾ അതൊക്കെ കഴിച്ചിട്ട് അവിടെ ഇങ്ങനെ ഇരിക്കുകയാണ്. അതിൻ്റെ അടുത്ത് തന്നെ ഒരു എക്സിബിഷൻ സെൻറ്റർ പോലെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അതിനകത്ത് കയറി അതിനകത്ത് സാധനങ്ങളൊക്കെ ഇങ്ങനെ നോക്കുകയും ഒക്കെ ചെയ്യുകയാണ്. നമുക്ക് അടുത്ത ബസ് ഉടനെ വരും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ അവിടെ ഇരുന്ന് നമ്മുടെ സമയമൊക്കെ കളയാണ്. കുറേ സാധനങ്ങളൊക്കെ അതിനകത്തുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം ഇങ്ങനെ നമ്മൾ നോക്കുകയാണ്. ഇവിടെ കാണിച്ചിരിക്കുന്ന ഓരോ കാലഘട്ടത്തിൻ്റെ കാര്യങ്ങളൊക്കെയാണ് അതിനകത്ത് കാണിച്ചിരിക്കുന്നത്. അടുത്ത ബസ്സിൽ കയറാൻ പോകണം. നമ്മൾ ഒരു ബസ്സിൽ നിന്ന് കയറി അടുത്ത ബസ്സിലേക്ക് കയറാം. അത് കണ്ടോ, അതിൽ അത് ഫാമിലിയായിട്ടൊക്കെ വേണം. പോലെ ഒരു വണ്ടി നമ്മളെ മാത്രമായിട്ട് പോകുന്നതിന് 700 രൂപയാണ്. നമ്മളത് അടുത്ത ബസ്സിൽ കയറുകയാണ്. ഈ കാണുന്നത് അല്ലുലയുടെ മാപ്പാണ്. ഇതിൻ്റെ മുകളിൽ കാണുന്നത് ഹെഗ്ഗിരയാണ്. ഇതിനകത്ത് നമുക്ക് കാണാൻ പറ്റും കണ്ടോ, എലിഫന്റ് റോക്ക്, അതുപോലെ തന്നെ ധാതൻ, വിന്റർ പാർക്ക്, ജബൽ ഇക്മ, അഷർ വാലി, അങ്ങനെ നിരവധി സ്ഥലങ്ങൾ നമുക്ക് ഇതിനകത്ത് കാണാൻ പറ്റുന്നുണ്ട്. ഇതാണ് അല്ലുലയുടെ മാപ്പ്. നമ്മളിപ്പം ഹെഗ്ഗിരയിലേക്കാണ് പോകുന്നത്. ഇവിടെ നമുക്ക് കാണാൻ പറ്റും കണ്ടോ, മറയുണ്ട്. വിന്റർ പാർക്കിൽ നിന്നാണ് നമ്മൾ വന്നത്.
അങ്ങനെ ഹെഗ്രയിലേക്കുള്ള യാത്ര തുടങ്ങി. ഈ കാണുന്ന സ്ഥലത്തിൽ ഗവൺമെൻറ്റിൻ്റെ വണ്ടി മാത്രമേ പോകൂ. കൂടാതെ ഈ ബസ്സിൽ ഇംഗ്ലീഷിലും അറബിയിലും ഒക്കെ ഹെഗ്രയെക്കുറിച്ചുള്ള ഹിസ്റ്ററി നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ഈ ഹെഗ്രയുടെ മൊത്തം ഏരിയ 52 ഹെക്ടറാണ്. Welcome to a journey through time in Hegra, also known as Madaan Sahib, that in 2008 became Saudi Arabia's first ever UNESCO World Heritage Site. The site is approximately 52 hectares in size. ഹെഗ്രയാണ് സൗദി അറേബ്യയുടെ ആദ്യത്തെ യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ്. 2008 അത് ലഭിച്ചത്. ഇവിടെ ഏകദേശം 111 ടോംബ് അല്ലെങ്കിൽ പാറ കല്ലറകൾ ഉണ്ടെന്നാണ് പറയുന്നത്. അത് ഒരു കൊട്ടാര മാതൃകയിലാണ് ഇവർ നിർമ്മിച്ചിരിക്കുന്നത്. അല്ലുലയുടെ ചരിത്രം തുടങ്ങുന്നത് 3000 വർഷങ്ങൾക്ക് മുമ്പാണ്. ഇവിടെ ധാരാളം സിവിലൈസേഷനുകൾ ഉണ്ടായിരുന്നു. അതിൽ ആദ്യത്തേത് ദാദനൈറ്റീസ് ആണ്. ഏകദേശം BC 800 മുതൽ 500 കാലഘട്ടത്തിൽ ഇവരാണ് ഇവിടെ ആദ്യമായിട്ട് ഒരു ശക്തമായ രാജ്യം സ്ഥാപിച്ചത്. അവർ കൃഷിയും വ്യാപാരവും വികസിപ്പിച്ചു. ദാദനൈറ്റീസിന് ശേഷം ലിഹാനൈറ്റീസ് ആണ് ഈ പ്രദേശം ഭരിച്ചത്. അവർ ഇവിടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ കൊണ്ടുവന്നു. അതേപോലെ അവിടുത്തെ ട്രേഡുകളൊക്കെ നിയന്ത്രിച്ചു. ലാംഗ്വേജ്, ലെറ്റേഴ്സ് ഒക്കെ അവർ വികസിപ്പിച്ചെടുത്തു. അവരുടെ അന്നത്തെ ലെറ്റേഴ്സും എഴുത്തുകളും ഒക്കെ നമുക്കിപ്പോഴും ഇവിടുത്തെ പാറകളിൽ കാണാൻ പറ്റും. പിന്നീട് വന്ന ഏറ്റവും ശക്തമായ രാജവംശമാണ് നബത്തിയൻസ്. BC 100 മുതൽ AD 100 വരെയുള്ള കാലഘട്ടം ഇവരാണ് ഭരിച്ചിരുന്നത്. നബത്തിയൻസ് ആണ് ജോർദാനിലെ പെട്രയും സൗദി അറേബ്യയിലെ ഹെഗ്രയും നിർമ്മിച്ചത്. പിന്നീട് നബത്തിയൻസ് ഹെഗ്രയെ ഒരു ഇന്റർനാഷണൽ ട്രേഡ് സെന്ററാക്കി മാറ്റി. ഈ കാണുന്നതെല്ലാം അവർ നിർമ്മിച്ചതാണ്. കണ്ടോ, ഒരു കൊട്ടാര മാതൃകയിലാണ് ആ ഒരു ശവക്കല്ലറകളെല്ലാം നമുക്ക് കാണാൻ പറ്റുന്നത്. കണ്ടോ, ഇവിടെ കാണുന്നതെല്ലാം പുരാതന ശവക്കല്ലറകളാണ്. ഏകദേശം 111 ടോംബ് അല്ലെങ്കിൽ പാറക്കല്ലറകൾ ഇവിടെ ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. ഈ നബത്തിയൻസ് ഭയങ്കര കഴിവുള്ള ആളുകളായിരുന്നു. അവർ വെറും രാജാക്കന്മാർ മാത്രമായിരുന്നില്ല, നല്ല എൻജിനീയേഴ്സും ആയിരുന്നു. അവർ മരുഭൂമിയിലെ വെള്ളം സംരക്ഷിക്കാൻ വേണ്ടി അണ്ടർഗ്രൗണ്ട് ചാനലുകളൊക്കെ നിർമ്മിച്ചിരുന്നു. അതേപോലെ തന്നെ ഡാമുകൾ നിർമ്മിച്ചു, റെയിൻ വാട്ടർ കളക്ഷൻ സിസ്റ്റം നിർമ്മിച്ചു. ഇന്നത്തെ ടെക്നോളജിക്ക് വെല്ലുവിളിയാകുന്ന രീതിയിലാണ് അവരത് നിർമ്മിച്ചിരുന്നത്. ഇപ്പോഴും നമുക്ക് ഇതൊക്കെ കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ട അവരുടെ ആ ഒരു കഴിവാണല്ലേ. അന്ന് അവർ നിർമ്മിച്ച കാര്യങ്ങളാണ് നമുക്കിപ്പോഴും കാണാൻ പറ്റുന്നത്. ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഇതിപ്പോഴും നിലനിൽക്കുന്നുണ്ടെങ്കിൽ അവരുടെ ആ ഒരു കഴിവാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. നബത്തിയൻസ് നിർമ്മിച്ച ഈ പാറയിൽ കൊത്തിയെടുത്ത കെട്ടിടങ്ങൾ എർത്ത് ക്വേക്ക് റെസിസ്റ്റൻ്റ് ആണ്. അതേപോലെ തന്നെ ടെമ്പറേച്ചർ ബാലൻസ്ഡ് ആണ്. അതുപോലെ ലോങ് ലാസ്റ്റിങ്ങും ആയിരുന്നു. അവരുടെ ആ ഒരു നിർമ്മാണത്തിൻ്റെ കഴിവ് നമുക്കിവിടെ വ്യക്തമായിട്ട് കാണാൻ പറ്റുന്നുണ്ട് അല്ലേ. 2000 വർഷം കഴിഞ്ഞിട്ടും ഇവ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അല്ലുല പണ്ട് കാലത്തെ ട്രേഡ് റൂട്ടിലെ ഒരു പ്രധാന കേന്ദ്രമായിരുന്നു. ഈ വഴിയിലൂടെയായിരുന്നു യമൻ, മക്ക, അല്ലുല, ജോർദാൻ, യൂറോപ്പ് എന്നിവിടങ്ങളിലേക്ക് സ്പൈസസ്, സ്വർണം, വസ്ത്രങ്ങൾ ഒക്കെ വ്യാപാരം നടത്തിയിരുന്നത്. ഇതുകൂടാതെ ഇവിടെ ഓട്ടോമൻസ് വന്നിരുന്നു. അവർ ഇവിടെ വന്ന് ധാരാളം കോട്ടകളൊക്കെ നിർമ്മിച്ചിരുന്നു. അതുകൂടാതെ മക്കയിലേക്ക് പോകാനുള്ള റൂട്ടുകളിൽ ഒന്നായിരുന്നു അല്ലുല. ഇന്ന് സൗദി സർക്കാർ അല്ലുലെ ഒരു വേൾഡ് ടൂറിസം ഹബ്ബാക്കി മാറ്റുന്നു. വിഷൻ 2013 ഭാഗമായി ഇവിടെ മറായ, ലോകത്തെ ഏറ്റവും വലിയ മിറർ ബിൽഡിംഗ് ആണ് മറായ. അത് നമുക്കിവിടെ കാണാൻ പറ്റും. എലിഫൻറ്റ് റോക്ക്, അതേപോലെ തന്നെ ഹോട്ട് എയർ ബലൂൺ, കൺസേർട്ട്, ഹെറിറ്റേജ് ഫെസ്റ്റിവൽസ്, ലക്ഷറി റിസോർട്ടുകളെല്ലാം ഉണ്ട്. ചരിത്രവും ആധുനികതയും എല്ലാം ഒന്നിക്കുന്ന ഒരു സ്ഥലമാണ് അല്ലുല. അങ്ങനെ നമ്മൾ ഹെഗ്രയിലെ ആദ്യത്തെ സൈറ്റിലെത്തിയിരിക്കുകയാണ്. ഈ ഒരു മൗണ്ടൈൻ്റെ പേര് അത്ലബ് മൗണ്ടൈൻ എന്നാണ്. 2 വലിയ പാറകളുടെ ഇടയിലാണ് ഈ ഒരു സ്ഥലം ഉള്ളത്. നമ്മൾ ഈ കാണുന്ന അത്ലബ് മൗണ്ടൈൻ ഇത് ഹെഗ്രയുടെ മധ്യസ്ഥലത്താണ് ഉള്ളതെന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഗൈഡ് നമുക്ക് ഇൻസ്ട്രക്ഷൻസ് തരികയാണ്. എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് അദ്ദേഹം നമ്മളോട് പറയുന്നത്. 2000 വർഷങ്ങൾക്ക് മുമ്പ് താമസിച്ച നബത്തിയൻസിന്റെ ഹിസ്റ്ററിയാണ് അദ്ദേഹം പറയുന്നത്. 7 വണ്ടേഴ്സ് ഓഫ് വേൾഡിലെ ഒരു അത്ഭുതമായ ജോർദാനിലെ പെട്ര നിർമ്മിച്ച അതേ നബത്തിയൻസ് തന്നെയാണ് ഈ ഹെഗ്രയും നിർമ്മിച്ചിരുന്നത്. ഹെഗ്ര സൗദി അറേബ്യയിലെ ഫസ്റ്റ് ആർക്കിയോളജിക്കൽ സൈറ്റ് ആണ്. ഹെഗ്ര ഒരു റിസർവ്ഡ് ഏരിയ ആണ്. ഇവിടുത്തെ ഓരോ കാര്യങ്ങളും ഭയങ്കര സൂക്ഷ്മമായിട്ടാണ് അവർ നിരീക്ഷിക്കുന്നതും പ്രൊട്ടക്ട് ചെയ്യുന്നതും. അതെന്താണെന്ന് വെച്ചാൽ വരും തലമുറകൾക്ക് ഇതിനെക്കുറിച്ചുള്ള ഹിസ്റ്ററി അറിയുന്നതിനും കാണുന്നതിനും വേണ്ടിയാണ് അവർ ഇതിനെ ഇത്രമാത്രം സൂക്ഷിക്കുന്നത്. കൂടാതെ ഇനിയും ഹെഗ്രയുടെ ഭാഗങ്ങൾ കണ്ടെത്താനുണ്ടെന്നാണ് പറയുന്നത്. ഇപ്പം നമ്മൾ നിൽക്കുന്ന ഈ പ്രദേശത്തിൻ്റെ മണ്ണിനടിയിൽ എവിടെയോ ആണ് ഹെഗ്ര സിറ്റി. അത് പൂർണ്ണമായിട്ടും മണ്ണിനടിയിൽ പോയി എന്നാണ് കരുതുന്നത്.
കൂടാതെ അവർ ഈ സ്ഥലത്തിൻ്റെ ഹിസ്റ്ററി കൂടുതൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ കാണുന്ന ഭാഗം പണ്ടത്തെ നബത്തിയൻസിൻ്റെ മെയിൻ ആളുകൾ ഒരുമിച്ച് കൂടിയിരുന്ന മീറ്റിംഗ് ഒക്കെ നടത്തിയിരുന്ന ഒരു സ്ഥലമാണ്. അദ്ദേഹം നിൽക്കുന്നതിൻ്റെ ആ ഒരു ബാക്ക് സൈഡിലേക്ക് നമുക്ക് കയറാൻ പറ്റില്ല, അതിലേക്ക് എൻട്രി ഇല്ല. അദ്ദേഹം പറയുന്ന അതാണ്. ഈ കാണുന്ന ഒരു ശരിക്കും ഒരു മല മാത്രമല്ല, ഒരു നബത്തിയൻ ജനതയുടെ യോഗങ്ങളും തീരുമാനങ്ങളും ഒക്കെ നടത്തിയിരുന്ന പുണ്യ സ്ഥലമാണിത്. അതുകൊണ്ട് തന്നെ ഇതിനകത്തേക്ക് ആർക്കും പ്രവേശനമില്ല. For your safety about the smoking, we have designated smoking area in the park. ഇവിടെ 26-ാമത്തെ നമ്പറുള്ള ടോമിനുള്ളിൽ നമുക്ക് കയറാൻ പറ്റും. വേറെ ഒന്നിലൊന്നും നമുക്ക് കയറാൻ പറ്റില്ല, നമ്മളൊന്നും തൊടാനും ഒന്നും പാടില്ല എന്നാണ് അദ്ദേഹം നമ്മളോട് പറയുന്നത്. ഈ നബത്തിയൻസ് ഈ സ്ഥലം തിരഞ്ഞെടുക്കാനുള്ള മെയിൻ കാരണമെന്ന് പറഞ്ഞാൽ ഭൂമിയിൽ നിന്ന് കുറച്ച് പൊക്കത്ത് അല്ലെങ്കിൽ നല്ല പൊക്കത്തേക്കുള്ള മലമുകളിൽ അവരുടെ ശരീരം അടക്കം ചെയ്യാൻ കഴിഞ്ഞാൽ അവരുടെ ആത്മാവ് സ്വർഗത്തിൽ പോകുമെന്നാണ് അവർ വിശ്വസിച്ചിരുന്നത്. നമ്മളിപ്പോൾ ഈ കാണുന്ന ഈ ഭാഗമല്ലേ, ഇവിടെ രാജാക്കന്മാർ, വ്യാപാര നേതാക്കന്മാർ, പുരോഹിതന്മാരൊക്കെ ചർച്ചയൊക്കെ നടത്തിയിരുന്ന ഒരു സ്ഥലമാണ്. ഇതൊരു മതകേന്ദ്രം കൂടിയായിട്ടാണ് കണക്കാക്കപ്പെട്ടിരുന്നത്. ഇവിടെ ദൈവങ്ങളെ പ്രാർത്ഥിക്കുകയും ആരാധിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. ആ ഒരു വലിയ പാറ കൊത്തിയെടുത്ത ഭാഗങ്ങളൊക്കെയാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. ആ ഒരു കാലഘട്ടത്തിൽ നബാത്തിയൻസ് അറാമിക് ലിപികളാണ് ഉപയോഗിച്ചിരുന്നത്. അവരുടെ ഇൻസ്ക്രിപ്ഷൻസ് എല്ലാം അറാമിക് ലിപികളിലാണ് കൊത്തിവെച്ചിരുന്നത്. ഈ അറാമിക് ഭാഷയാണ് ബൈബിളിൽ എഴുതിയിരുന്നത്. Used when they wrote the Bible for the Christians. The inscriptions written by the Aramaic alphabet above their stuff. ഇവിടെ എല്ലാം ധാരാളം ഇൻസ്ക്രിപ്ഷൻസ് നമുക്ക് കാണാൻ പറ്റും, കണ്ടോ? അതേപോലെ തന്നെ അവർ പ്രാർത്ഥിച്ചിരുന്ന ദൈവത്തിൻ്റെ പേരൊക്കെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നബാത്തിയൻസ് ധാരാളം ദൈവങ്ങളെ ആരാധിച്ചിരുന്നു. ഇവിടുത്തെ ഇൻസ്ക്രിപ്ഷൻസ് ഒക്കെ ഡീകോഡ് ചെയ്തപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞത് സിറിയയിലെ ബുഷറ എന്ന ചെറിയ നഗരത്തിൽ നിന്ന് വന്ന ഒരാൾ കാർവ് ചെയ്തെടുത്ത ദൈവത്തിന്റെ രൂപമാണ് ഈ കാണുന്നത്. ഇതായിരുന്നു അവർ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഉപയോഗിച്ചിരുന്നത്. This masjida, which means this god, and this god, it was called A'ra. Here we can see the eagle, and the eagle we are going to see it a lot in the tomb facade as a symbol. The eagle representing the top god for the Nabateans, what was called Dhu Ash-Shara. Here we can see very famous three god and goddesses the Nabatean used to worship, and many people in the period of the pre-Islamic they used to worship as well. These three gods and goddesses as well. It's already mentioned in our holy book Quran. It is called Al-Lat, Al-Manat, Al-Uzza. Inside Ithlib mountain we have more than 100 inscriptions written in different languages, different time periods. That's mean not only the Nabateans who reached this place, many ancient civilization, many ancient kingdoms after this, such as the pre-Islamic people, such as the people who came with the Hijaz Railway, which was created by the Ottoman around 200 years ago. We can see it inside together, okay? ഇതിൻ്റെ ബാക്കിലെ മൗണ്ടനിൽ 100-ൽ പരം ഇൻസ്ക്രിപ്ഷൻസ് കണ്ടെത്തിയിട്ടുണ്ട്. പല ഭാഷകളിലും പല കാലഘട്ടത്തിലും എഴുതിയതാണ്. അതിൽ നിന്ന് മനസ്സിലാകുന്നത് നബാത്തിയൻസിനെ കൂടാതെ ധാരാളം ജനതകൾ ഇവിടെ വന്നു പോയിട്ടുണ്ടെന്നുള്ളതാണ്. അങ്ങനെ നമ്മൾ അകത്തേക്ക് കയറുകയാണ്. ആ ഒരു ഇൻസ്ക്രിപ്ഷൻസ് ഒക്കെ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ പോവുകയാണ്. നോക്കിക്കേ, കണ്ടോ, എന്ത് വലിയൊരു മലയാണല്ലേ. ഇതിനകത്ത് 100-ൽ പരം ഇൻസ്ക്രിപ്ഷൻസ് കണ്ടെത്തിയിട്ടുണ്ട്. ഫുള്ള് ഇൻസ്ക്രിപ്ഷൻസാ. കല്ലിൽ മൊത്തവും അവര് പണ്ട് കാലത്തെ ആൾക്കാർ എഴുതി വെച്ചിരുന്നതാണ്. എത്രമാത്രം ചരിത്രമുള്ളൊരു സ്ഥലമാണ് ഇതല്ലേ. ഈ കാണുന്ന പാറയിലെല്ലാം 100-ൽ പരം ഇൻസ്ക്രിപ്ഷൻസ് ഉണ്ട്. അത് പല കാലഘട്ടങ്ങളിൽ പല ഭാഷയിൽ അവർ എഴുതിയിരുന്നതാണ്. ഇതെല്ലാം ഇൻസ്ക്രിപ്ഷൻസ് ആണ്. ഇവിടെ നിൽക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, മനുഷ്യന്റെ കഴിവിന് അതിരുകളില്ല. സമയത്തിനും ചരിത്രത്തിനും വലിയ ശക്തിയുണ്ട്. നമ്മുടെ സംസ്കാരം നമ്മളെ ജീവിപ്പിക്കുന്നു. ഈ പാറകൾ നമ്മളോട് പറയുന്നത് നമ്മൾ പോകും, പക്ഷെ നമ്മുടെ കർമ്മം മാത്രം നിലനിൽക്കും. അങ്ങനെ നമ്മൾ അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് നമ്മൾ അടുത്ത സൈറ്റിലേക്ക് പോവുകയാണ്. ഞങ്ങൾ ആ സ്ഥലമൊക്കെ ഇങ്ങനെ കണ്ട് ശരിക്കും പറഞ്ഞാൽ എൻ്റെ ലൈഫിൽ ഭയങ്കര ഒരു സന്തോഷമായിരുന്നു. ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു സ്ഥലമൊക്കെ വന്ന് കാണാൻ പറ്റിയല്ലോ, അത് തന്നെ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഒരു ചെറിയൊരു ഹിസ്റ്ററി വീഡിയോ ആയിരുന്നു അല്ലേ. അപ്പം ഹിസ്റ്ററിയൊക്കെ ഇഷ്ടമുള്ള ആളുകൾക്ക് ശരിക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടും. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പം ഹെഗ്രയുടെ ബാക്കി കാഴ്ചകളുമായി അടുത്ത വീഡിയോ കാണാം.